ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സമയത്തിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി നിങ്ങൾക്ക് വരാറുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു മനോരോഗിയാണ് ഞാൻ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര തിരക്കിൻ്റെ ഇടയിലും ഓട്ടമാണെന്നുണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഇടാതെ നമ്മൾ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് ബാഗിലാക്കി നേരെ ഇറങ്ങി. കാരപ്പറമ്പാണ് കേട്ടോ നമുക്ക് ക്ലാസ് വരുന്നത്. പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ നമുക്ക് അവിടെ ഒരു ജിമ്മിൽ വെച്ചിട്ടാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബീച്ച് വഴി ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രധാന പേടി ബീച്ച് കണ്ട വായം പൊളിച്ച് നിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇന്നും 5 മിനിറ്റ് വായ നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ്സിലെത്തി. ഇന്ന് നമുക്ക് ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷന്റെ ക്ലാസ് ആണ്. പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. പണ്ടൊക്കെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിയാനുള്ള കൗതുകത്തോട് കൂടിയിട്ട് മുന്നിൽ തന്നെയാണ് വന്നിരിക്കുക. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും പൊട്ടത്തരാണെന്നുണ്ടെങ്കിലും വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമില്ല. ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകും. ക്ലാസ്സിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നു ഓരോരോ നോട്ടുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. കാരണം ഡയറ്റ് ആണല്ലോ ഒരു ക്ലയൻറ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ. അതുകൊണ്ട് തന്നെ ആ ഭാഗം അത്യാവശ്യം അരച്ച് കലക്കി അങ്ങ് കുടിക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായി. ഇതാ കേട്ട് നോക്കൂ. തല നിറഞ്ഞോ? അങ്ങനെ തല നിറയെ ബുദ്ധിയുമായി നമ്മൾ ഒരു ദോശ കഴിക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ദോശക്കടയിലേക്ക് വന്നു. എൻ്റെ അതിബുദ്ധി കാരണം കൊണ്ട് ഞാനും ശീലും ഒരു ചിക്കൻ ചീസ് ദോശ പകുതി വാങ്ങിയിട്ടാണ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് എന്തായി, നമ്മൾ ഫിനിഷ് ചെയ്തു. മറ്റുള്ള രണ്ടാളും അഹങ്കാരം കൊണ്ട് ഓരോ ഫുൾ ദോശ വാങ്ങിയപ്പം അത് മൊത്തം ബാക്കിയായി. പിന്നെ അതും കൂടെ തിന്നാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇതിപ്പോ മൊത്തത്തിൽ ലാഭമായല്ലോ. നല്ല പൊള്ളുന്ന ചൂടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ 3 ചട്നിയും സാമ്പാറും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കനും ചീസും എല്ലാം കൂടി ആയിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടോ? എന്നാലേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ആളായിട്ട് പോവുക. ഒരെണ്ണം വാങ്ങിയിട്ട് ഹാഫ് കഴിക്കുക. കാരണം അത്രേ വയറിൽ കൊള്ളുള്ളൂ. എന്താ വെച്ചാൽ അത് ഭയങ്കര ഹെവിയാണ്. ചിക്കൻ എല്ലാം വരുന്നുണ്ടേ. ശരിക്കും ഒരു പൊറോട്ട ഒക്കെ കഴിച്ചാലുള്ളൊരു ദമ്മ് എഫക്റ്റ് ഇല്ലേ, അങ്ങനെ ഉണ്ടാവും. പിന്നെ വീട്ടിൽ 2 പേര് അന്നദാനത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ.